ഇന്ന് നമുക്ക് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോകണം കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല, ഫെയർവേയിലോട്ടാണ് പോകുന്നത്. ഫെയർവേയിലോട്ട് പോകുന്ന വഴിക്ക് ഇത് വണ്ടർ ബ്രെഡ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഫാക്ടറിയാണേ. ഇവിടെ വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഈ കാണുന്ന ക്ലൈമറ്റ് ഒന്നും വിചാരിക്കേണ്ട, പുറത്ത് നല്ല തണുപ്പാണ്. ഇതാണ് ഇവിടുത്തെ കള്ള് ഷോപ്പ്. ഈ വൈന് ബിയർ ഒക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ. LCBO. നിങ്ങൾ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അങ്ങനെ നമ്മൾ ഫെയർവേ പാർക്കിലെത്തി. ആദ്യം പോയത് ആർഡിയനിലോട്ടായിരുന്നു. അവിടെ കുറേ ഡ്രസ്സസൊക്കെ വന്നിട്ടുണ്ട് സ്പ്രിങ്ങിൻ്റെ. ഇത് ബ്രൈഡ് ടു ബീയുടെ കുറച്ച് പരിപാടീസാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് അർബൻ ബിഹേവിയറിൽ 50% ഓഫ് കണ്ടിട്ട് കയറിയതാണ്. അവിടെ കുറേ വീട്ടിലിടാവുന്ന പറ്റിയ കുറേ ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ക്യൂട്ട് ഉടുപ്പുകൾസൊക്കെ ഉണ്ടായിരുന്നു ഓഫറിന്. ജാക്കറ്റ്, പിന്നെ പാൻസ്, ഇതൊക്കെ നല്ല ഓഫറിന് ഉണ്ടായിരുന്നു. ഇതേപോലത്തെ സെയിം ഡ്രസ്സ് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ, കമ്മൽ, പൗച്ചസ്, അങ്ങനത്തെ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്കോസി എന്ന് പറഞ്ഞ ഈ ഷോപ്പിൽ, ആ ഷോപ്പ് മൊത്തത്തിൽ $8, അതായത് മൊത്തത്തിലല്ല, അവിടെ എല്ലാ സാധനങ്ങൾക്കും $8 ആയിരുന്നു. അപ്പോൾ കുറേ ജഗ്ഗിങ്സുകൾ, പാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ ഞാൻ ഒന്നും വാങ്ങാൻ കയറിയതല്ല, അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കണ്ടിട്ട് കയറിയതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അതിനകത്ത്. നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല വിലയാണ്. ബാക്കി നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ കാണുന്ന ഉപ്പിലിട്ട പോലുള്ള സാധനങ്ങളെല്ലാം ക്യാൻഡിൽസ് ആണ്. വാൾമാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ കയറാതെ എനിക്കൊരു സ്വസ്ഥതയില്ല. കുറേ സോഫ്റ്റ് ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹഡ്സൺ ബേയിൽ ക്ലോസിങ് ആയത് കാരണം 50% ഓഫ് ഉണ്ടായിരുന്നു. അതായത് $100 സാധനങ്ങൾ $50 നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് പോകാനുള്ള വാഹനമാണ് കേട്ടോ ആ ലൈറ്റൊക്കെ കത്തിച്ച് വരുന്നത്. എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത പോലെ, എനിക്ക് വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ഒരു ട്രാമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനകത്ത്.